മീഡിയ വൺ എന്ന ചാനൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചാനലാണ്. അതിനെതിരെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നടപടി എടുത്തിരിക്കുകയാണ്. കുറച്ച് ദിവസത്തിന് മുന്നേ മീഡിയ വൺ ചാനലിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ജിമ്മി ജെയിംസ് നരേന്ദ്രമോദിയെ, അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് പരാതികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തേക്ക് എത്തിയത്. അതായത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ മെയിൽ ഐ ഡിയിലടക്കം വലിയ രീതിയിലുള്ള പരാതികൾ കേന്ദ്ര സർക്കാരിന് ലഭിക്കുകയും ചെയ്തു. അതിൽ മേലാണ് ഒരു നടപടി ഇപ്പോൾ മീഡിയ വൺ ടി.വിക്ക്, അതായത് മീഡിയ വൺ ചാനലിനെതിരെ എടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതായത് മീഡിയ വൺ ചാനലിനെതിരെയല്ല നടപടി എടുത്തിരിക്കുന്നത്, മീഡിയ വണ്ണിൻ്റെ ഫേസ്ബുക്ക് പേജിനെതിരെ ഒരു നടപടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായി പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മീഡിയ വൺ ടി.വി എന്ന ഫേസ്ബുക്ക് ചാനൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു ഫേസ്ബുക്ക് പേജാണ് മീഡിയ വൺ ടി.വിയുടേത്. നിലവിൽ ഇപ്പോൾ അവർ പുതിയൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട്. മീഡിയ വൺ ന്യൂസ് എന്ന ഒരു പുതിയ ചാനലാണ് നിലവിൽ ഇപ്പോൾ അവർ തുടങ്ങിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു ചാനലിൻ്റെ പേജ് മാത്രം ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു കാരണമുണ്ടാകും. നമുക്കറിയാം, കുറച്ച് വർഷത്തിന് മുന്നേ മീഡിയ വൺ ചാനലിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പിന്നെ സുപ്രീം കോടതിയിൽ 2-3 ദിവസം തുടർച്ചയായി വാദപ്രതിവാദങ്ങൾ നടന്നതിന് ശേഷമാണ് സുപ്രീം കോടതി ചാനലിൻ്റെ പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി നൽകിയത്. പക്ഷേ ഇപ്പോഴും കേന്ദ്ര ആഭ്യന്തര വകുപ്പും IB-യും അടക്കം ഒരു സംശയം ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാന സുരക്ഷാ കാരണങ്ങളും പഴയ വിലക്കുമാണ്. ഇതാദ്യമായിട്ടല്ല ഈ ചാനൽ നിരോധിക്കപ്പെടുന്നത്. മുമ്പ് ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഈ ചാനലിന്റെ സംപ്രേഷണം തടഞ്ഞത് നാം കണ്ടതാണ്. അന്ന് കോടതി ഇടപെടലിലൂടെയാണ് ഇതിനൊക്കെ സംപ്രേഷണം ലഭിച്ചത്. ചാനലിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും സുരക്ഷാ ക്ലിയറൻസിനെ കുറിച്ചും ഉയർന്ന സംശയങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അടുത്ത പ്രധാന കാര്യം എന്താണ്? ഇതിന്റെ വിദേശ ഫണ്ടിങ്ങും അജണ്ടകളും. അടുത്ത കാലത്തായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പല മാധ്യമ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസികൾ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശക്തികളുടെ പിന്തുണ ഇത്തരം മാധ്യമങ്ങൾക്കുണ്ടോ എന്നാണ് ഗൗരവമായി പരിശോധിക്കുന്നത്. അങ്ങനത്തെ ഒരു ചോദ്യവും ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അദൃശ്യകരങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര സമാധാനം തകർക്കാൻ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ എന്നതൊരു പരസ്യമായ ഒരു രഹസ്യമാണ്. IT നിയമങ്ങളുടെ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തങ്ങൾക്കാണ് മറ്റൊന്ന്. 2021 നിലവിൽ വന്ന IT നിയമപ്രകാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. മാധ്യമ സ്ഥാപനങ്ങൾ പങ്കുവയ്ക്കുന്ന ചില വാർത്തകൾ അല്ലെങ്കിൽ ഉള്ളടക്കങ്ങൾ രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അധികൃതർ കണ്ടെത്തുമ്പോൾ ഇത്തരം നടപടികൾ സ്വാഭാവികമാണ്. അതായത് ബാൻ ഉൾപ്പെടെയുള്ള നിരോധനം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കും. അങ്ങനെ ഇപ്പോഴത്തെ IT നിയമം കൂടുതലായി ഒന്ന് പൊളിച്ചെഴുതിയിട്ടുണ്ട്, ശക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ചാനലിന് മാത്രമുള്ളതല്ല, എല്ലാ ഓൺലൈൻ ചാനലുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കും ഉള്ള ഒരു കാര്യമാണ്. മറിച്ച് ഡിജിറ്റൽ സ്പേസിലെ പൊതുവായ ഒരു നിയമനിർവഹണ രീതിയാണിത്. നിയന്ത്രണങ്ങളിലെ കൃത്യതയാർന്ന നീക്കമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് മാത്രം, അതായത് ഫേസ്ബുക്ക് പേജ് മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ചാനലുകൾ ബാൻ ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യമുണ്ടാകും. അതായത് സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകൾക്കെതിരെയും അതോടൊപ്പം തന്നെ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെയും ആഗോളതലത്തിൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. വാർത്തകൾ വേഗത്തിൽ പ്രചരിക്കാൻ സാധ്യതയുള്ള വലിയ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. കൂടാതെ അടുത്തിടെയാണ് ഇന്ത്യയിൽ പുതിയ IT നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ നിയമവ്യവസ്ഥയോടും സുരക്ഷാ മാനദണ്ഡങ്ങളോടും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത മാധ്യമങ്ങൾ ഇതിനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടോ? ഇത് വെറും ഒരു ഫേസ്ബുക്ക് പേജ് തടയലല്ല. മാധ്യമങ്ങൾക്ക് അവരുടെ ഭാഗം കോടതിയിൽ വ്യക്തമാക്കാൻ ഒരു അവസരവുമുണ്ട്. മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ രാജ്യത്തിന്റെ അടിത്തറ ഇളക്കാൻ നോക്കുന്നവർക്കെതിരെയുള്ള ഒരു ഡിജിറ്റൽ സ്ട്രൈക്കായി ഇതിനെ കാണേണ്ടി വരും. മാധ്യമ ലോകത്തെ നിയമങ്ങൾ ഡിജിറ്റൽ കാലഘട്ടത്തിന് അനുസൃതമായി പരിഷ്കരിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഇത്തരം നടപടികൾ ഇനിയും പ്രതീക്ഷിക്കാം. കേന്ദ്ര സർക്കാർ പറയുന്ന, കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം പറയുന്ന കർശനമായ നിയമങ്ങൾ പാലിച്ച് ഏതൊരു മാധ്യമ സ്ഥാപനവും അല്ലെങ്കിൽ ഏതൊരു ഓൺലൈൻ മീഡിയയും പോയാൽ ഒരു നിരോധനവും ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അപമാനിക്കുമ്പോൾ അത് ഭാരതത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ അപമാനിക്കുമ്പോൾ ആ സംസ്ഥാനത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ പരാതി എത്തുമ്പോൾ അത് പരിശോധിച്ച് അതിന്മേൽ നടപടി എടുക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ
ഉത്തരവാദിത്തമാണ്. അതാണ് സർക്കാർ ഇവിടെ നിറവേറ്റിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.